ഒരാൾക്ക് പോതാൻ അയക്കൂല, അപ്പോൾ ഇതിൽ വാങ്ങി കൊടുക്കന്നെ. അങ്ങനെയാണ് ഇപ്പോഴത്തെ കഥ. എന്തായാലും പണ്ട് അപ്പോൾ ഇന്നിപ്പോൾ പല പള്ളിയിലും ഏടന്നെ ഇല്ല, ചെല്ലണില്ലെങ്കിൽ പിന്നെ എന്തിനാ ഏട്? നിങ്ങൾ പോയി നോക്കി, പഴയ പള്ളിയിലൊക്കെ ഓർമ്മക്ക് പാത്തിച്ച ഏടുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. മറ്റേതൊക്കെ 30 ജ്യൂസുകളുടെ മുസാഫ് ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന ഇക്കാരം വെച്ചിട്ടുണ്ടാകുക. അതെന്തിനാ? അതിന് വേറെ പണിയുണ്ട്. അത് റമദാൻ മാസത്തിൽ ഒന്ന് മറിച്ചു വെക്കാനുള്ളതാണ്. അത് ഓതാനുള്ള ഒന്നല്ല. റമദാൻ മാസത്തിൽ ആദ്യത്തെ റമദാൻ 1-ന്റെ അന്ന് ദുഹുർക്ക് വന്നിട്ട് ആ പലക ഇങ്ങനെ വെച്ചിങ്ങാണ്ട് ഒരു മുസാഫിന് മറിച്ചിങ്ങാണ്ട് ഒരു തുടങ്ങലുണ്ട്, അതിനുള്ളതാണ്. അന്ന് തുടങ്ങിങ്ങാണ്ടാണ് പോയാൽ പിന്നെ 25,000 വരല്, പിന്നെ അതിൻ്റെ ഇടയിൽ വരലില്ല. അങ്ങനെയൊക്കെയാണ്. അതിനുള്ളൊരു മുസാഫ് ഉണ്ടാവുക. ഡാൽസ്കോഫിൻ്റെ ഏട് മുസാനെ സ്വലാത്ത് എന്ന് പറഞ്ഞ സാധനം ഇല്ല. പഴയത് എവിടെയും ഇരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവും. ഷാദുൽ ഇമാമിൻ്റെ ഉസ്താദാണ് അതിൻ്റെ ആൾ. നമ്മൾ എന്തെങ്കിലുമൊക്കെ അടങ്ങാറായ നാരിയ സ്വലാത്തും ഇല്ലല്ലോ, ഷാദുൽ ഇമാമിൻ്റെ മുരീദാണ് നാരിയ സ്വലാത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ദലായിലുൽ ഖൈറാത്ത് ഷാദുൽ ഇമാമിൻ്റെ. അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹുവിനെ ഞാൻ പറഞ്ഞു. അബുൽ അബ്ബാസുൽ മുർസി എന്ന് പറഞ്ഞത് ഷാദുലി റളിയല്ലാഹുവിൻ്റെ നേരെ ശിഷ്യനാണ്. അവരുടെ ശിഷ്യനാണ് ഇമാം ബൂസൂരി റളിയല്ലാഹുവിന് ബുർദവൈത്ത് എഴുതിയത്. ഷാദുൽ ഇമാമിൻ്റെ ശിഷ്യൻ്റെ ശിഷ്യൻ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹുവിന് ജീവിതകാലം മുഴുവനും ഖിദ്മത്തെടുത്ത് കൂടെ നടന്നു ഇമാം ബൂസൂരി റളിയല്ലാഹുവിനു. അങ്ങനെ ഒരിക്കൽ ഉസ്താദ് ശിഷ്യനോട് ചോദിച്ചു, മോനെ അനക്ക് വേണ്ടി ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ദോരക്കണം എന്ന് കരുതുന്നുണ്ട്, എന്താ ദോരക്കണ്ടെന്ന് ചോദിച്ചു. പെണ്ണുങ്ങളെ എടി, നിങ്ങൾ വർത്താനല്ലല്ലോ പറയണേ? അല്ലല്ലോ, അല്ലല്ലോ, വർത്താനല്ലല്ലോ. അല്ല 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 പോലെ കാലുമെന്ന് അച്ഛണ്ടായതാണ്. ഇനി കാലുമെന്ന് അച്ഛണ്ടാകണ്ട കേട്ടോ. നേരെ ഇരിക്കുക, അവിടെ ഒന്ന് അടങ്ങിയിരിക്കി. 5 ആളും സ്ഥലം ജയിക്കാൻ അവിടെ ഇരിക്കും. ആ സിബിട്ടാളി തുറക്കരുത്. അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു ശിഷ്യനായ ഇമാം ബൂസൂരിയോട് ഒരിക്കൽ ചോദിച്ചതാണ്. കുറേ കാലം ഇങ്ങനെ ഒപ്പം ഖിദ്മത്തെടുത്ത് നടന്നപ്പോൾ ഞാൻ എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ദ്വാരക്കണം എന്ന് വിചാരിക്കേണ്ട, എന്താ ദ്വാരക്കേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എനിക്ക് നബി തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബെയ്ത്ത് എഴുതണം. ഖിയാമത്ത് നാൾ വരെ ഞാൻ എഴുതിയ ബെയ്ത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ എഴുതാൻ പാടില്ല. അങ്ങനെ തോന്നുന്നു. എന്നിട്ട് എഴുതിയതാണ് ബുർദവൈത്ത്. അന്ന് തുടങ്ങിയതാണ് ബുർദ അല്ലല്. ഇപ്പോഴും കവിതകൾ പലതും വന്നെങ്കിലും ബുർദവൈത്തിനെ കവച്ചു വെക്കുന്ന ഒരു കവിത പിന്നീട് മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒക്കെ ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുവിൻ്റെ വഴിയിലാണുള്ളത്.